ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ വൈകുന്നേരം ഒരു 4 മണി സമയം കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുറേ സ്നാക്സൊക്കെ ചൂടായിട്ട് വിൽക്കുന്ന കുറേ കടകളുണ്ട്. ചെറിയ തട്ടുകടകളാണ്. ചാലയ്ക്കകത്തുണ്ട്, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ 2-3 സ്പോട്ട്സ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. നല്ല പലഹാരങ്ങൾ 2 രൂപയേ ഉള്ളൂ ഒരു സ്നാക്ക്, 2-3 രൂപ, അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കടകൾ തപ്പിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. കാര്യം ചാല ഏരിയയൊക്കെ കുറച്ച് ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടോ പിടിച്ചു പോകും. ചാലയ്ക്കകത്ത് കയറി. ഇത് 1 വേ ആണ്. നമ്മൾ ഇതാണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ. ഇതൊരു തിരുലക്ഷ്മി ടീ സ്റ്റാള്. ഇവിടെ ആദ്യം കയറി നോക്കാം. പിന്നെ കടികളല്ലേ ഉള്ളൂ അല്ലേ? എത്ര മണിക്ക് തുടങ്ങുന്നത്? രാവിലെ തൊട്ടുണ്ടോ? എത്ര മണിക്ക്? ചായയും വട മാത്രമേ രാവിലെ ഉള്ളൂ. ഇത് എത്ര മണി തൊട്ടാണ് ബാക്കി സാധനങ്ങൾ? മൂത്ത മോളാണോ ഇത്? ഇതാണ് തിരുലക്ഷ്മി അല്ലേ കടയുടെ പേര്? എത്ര വർഷമായി ഇത്? 15 വർഷമായിട്ട്. 15 വർഷമായി ആണല്ലേ? അവിടെയൊക്കെ ഉണ്ടോ? മാത്രമേ ഉള്ളൂ. പലയിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിലിപ്പോൾ ചൂടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഉള്ളിവട, ഇത് ബജി, ഇത് മുളക് വട, ഉള്ളിവട, കാരാവട, മുട്ട ബജി ഉണ്ടോ? ഓ ഇതൊക്കെ ഇതെല്ലാം 3 രൂപയുടെ കടിയാണ് കേട്ടോ. കത്തിരിക്ക ബജി, വാഴക്ക ബജി, ഉള്ളിവട. ഇത് മുളക് വട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊണ്ടൻ മുളക് അല്ലേ? ബജി പോലെ ചെയ്ത ഇതാ പ്ലേറ്റിൽ വെച്ച് തരാനോ? ഓക്കെ, ഒരു ഇല തന്നാൽ മതി. ഇല നല്ല ക്രിസ്പി. മുളക് വട നോക്കിക്കോളൂ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഗ്യാസ് തീർന്നുകൊണ്ട് ഗ്യാസ് എടുക്കാൻ പോയിരിക്കണം. ഉണ്ണിയപ്പം ഉണ്ട്. എല്ലാം 3 രൂപയാണല്ലേ? 5 രൂപ. പഴംപൊരി 5, ഉണ്ണിയപ്പം 5, ഇതെല്ലാം 3 രൂപ. മുട്ട ബജി 10 രൂപ. മനസ്സിലായി. എണ്ണക്കടി പലഹാരം മുളക് ബജി. ഇതാണ് നമ്മുടെ തൊണ്ടമുളകാണ്. എല്ലാം 3 രൂപ. അയ്യോ നല്ല എരിവുണ്ട്. വേണ്ട. പാലും വെള്ളം അല്ലേ? അയ്യോ, പാലും വെള്ളമാണല്ലോ അല്ലേ? എന്നൊരു പാലും വെള്ളം കുടിക്കാം. ഓക്കെ, ഇത് കത്തിരിക്കാം. മധുരം ഇടാം, കുഴപ്പമില്ല. പരിപ്പ് വേണം. ഓക്കെ, ചെറുത് ക്രിസ്പി. മോളും മരുമോനും ഉണ്ട്. എന്തോ മോക്കറിയാമോ? ഓ കൊള്ളാമോ? താങ്ക് യു. ഇത് മോളല്ലേ? മൂത്ത മോളാണ്. മൂത്ത മോളും മരുമകനുമാണ്. പാലും വെള്ളം. എനിക്ക് പാലും മിക്സ് എടുത്ത് വെള്ളം ഭയങ്കര ടേസ്റ്റായത്. വേറൊരു സ്റ്റൈലാണ്. നന്നായിട്ടുണ്ട്. പിന്നെന്താ, ഉള്ളിവടയായി, പരിപ്പുവടയായി. അത് വേണ്ട മതി. എല്ലാ ടൈപ്പ് കടികളും ഇവിടെ കിട്ടും. ഒരു ബസ്സിൽ കുറച്ച് കുട്ടികൾ ഓടും സ്കൂളിൽ. അത് വരും. ഇന്ന് മുട്ട ബജി ഇല്ല. മുളക് ബജിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. കാരാവടയുണ്ട്. കാരാവട കാണിച്ചു തരാം. ഇതാണ് കാരാവട. ചെറിയ ഫോമിൽ. ഇത് ട്രിവാൻഡ്രം സ്പെഷ്യലാണ് കാരാവട എന്ന് പറഞ്ഞത്. കാരാവട. അപ്പോൾ ഇത് കഴിഞ്ഞു ഫസ്റ്റ് കട. ഇനി അടുത്തൊരു കടയിൽ കൊടുക്കാം. അടിപൊളി. ആണോ? ഓ അത് ശരി. ഉച്ചയ്ക്ക് അവർ വാങ്ങിച്ചോണ്ട് പോയി. രാത്രി ഒരാൾ അവിടെ മാപ്പിളയും
കയ്യിലൊക്കെ പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്തിട്ട് പോയത് കൊല്ലത്ത് നാൾ വന്നിട്ട് രാത്രി 10 മണി വരെ ഉണ്ടല്ലോ ഇത് ത്രൂ ഔട്ട് രാവിലെ 6 മണി തൊട്ട് വരും. ആ മരുമോനും അമ്മയും കൂടെ വന്നിട്ടാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഓ അത് ശരി, അനന്തരവൻ തന്നെയാണല്ലേ? ഓ മൊറ. ആ പലഹാരങ്ങളൊക്കെ ഇടും. ഒരു 10-11 മണിയാകുമ്പോൾ എത്തും അല്ലേ? പിള്ളേരുണ്ട്. ഇഷ്ടം പോലെ പാഴ്സലും പോകുന്നുണ്ട് കേട്ടോ. ചെറിയ പൈസയല്ലേ ഉള്ളൂ. ഓക്കെ ഇറങ്ങാം, പൈസയും കൊടുത്തിട്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം എണ്ണക്കടി പലഹാരങ്ങളായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുവാണേ. അപ്പോൾ ഇനി ചാലിക്കകത്ത് തന്നെ ഇന്നത്തെ കറക്കം കുറേ നേരം. ഓക്കെ നടന്നു പോവാം. ഇവിടെ ഒരു മുട്ടക്കടയുണ്ട്. മുട്ട കൊണ്ടുള്ള കലാപരിപാടി. ഇവിടെ നടന്നു തുടങ്ങിയാലേ എന്നെ അറിയുന്നവരാണ് ഈ ചാലക്കകത്തുള്ള കുറേ കഥയൊക്കെ. അവരെല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി കുറേ ദിവസമായല്ല കണ്ടിട്ടെന്നുള്ള സ്റ്റൈലിൽ. കിള്ളിപ്പാലം എന്നാണ് ഇത് പറയുന്നത്. ഇവിടെ നിന്ന് കിള്ളിപ്പാലത്ത് നിന്ന് നേരെ ചാലക്കകത്ത് കയറുന്ന ഒറ്റ റോഡാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഒരു പുതിയതല്ല, കുറച്ച് നാളായി ഒരു ഹെറിറ്റേജ് ചെട്ടിനാട് മാൻഷൻ എന്ന് പറഞ്ഞിട്ടേ മീനാക്ഷി വിലാസ്. ഇതൊരു ഹെറിറ്റേജ് ഹോട്ടലാണ്. ഇതെല്ലാം ഭംഗിയാക്കി പഴയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നതിന് അതൊരു ഹോട്ടലായിട്ട് ചെട്ടിനാട് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തു. സോ നൈസ് അല്ലേ? അപ്പോൾ നടന്നാണ് നമ്മൾ ആര്യശാല ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ താരമ്മൻ കോവിലിൻ്റെ സൈഡിലൂടെ നടക്കാം. അത് ചാലയുടെ എൻഡ് പോർഷനാണ് ഇതെല്ലാം. ചാല കഴിഞ്ഞാണ് ആര്യശാല. ദിസ് ഇസ് ദ ഷോപ്പ്. ഇത് മുട്ടക്കട. തിരക്ക് തുടങ്ങിയില്ല തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ? വൈകുന്നേരം 4:30. എത്ര മണി വരെ പോകും? രാത്രി 10 വരെ. 4:30 മുതൽ 10 വരെ. മുരുകൻ മുട്ടക്കട. ഇതാണ് മുരുകനാണോ? ചേട്ടൻ്റെ പേരാണോ? ഓക്കെ. എങ്ങനെ ഓംലെറ്റ് തന്നെയാണ് അല്ലേ? പൊടി അതാണ് എൻ്റെ സ്പെഷ്യൽ അല്ലേ? ഇവിടുത്തെ ഒരു പൊടി ഇട്ടിട്ടാണ് ഓംലെറ്റ് ചെയ്യുന്നത്. അതാണ് സ്പെഷ്യൽ. അപ്പോൾ ഒരു ഇതിപ്പോൾ ഓംലെറ്റ് ഒരു സിംഗിളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡബിളാണ് സാധാരണ എല്ലാവരും പറയുന്നത് അല്ലേ? ഇതിൻ്റെ മുകളിലൊരു പൊടിയിടും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. എത്ര വർഷമായി ഈ കട? 26 വർഷം. ഓക്കെ. നല്ല സ്പേഷ്യസ് ആണല്ലോ ഇവിടെ. പിന്നെ ഇവിടെ ചില സമയത്ത് വന്നാൽ നിൽക്കാൻ പോലും സ്ഥലം കാണില്ല. ഇവിടെ കുറേ ആൾക്കാർ നിന്ന് കഴിക്കുന്നുണ്ടാവും, ഇരുന്ന് കഴിക്കുന്നുണ്ടാവും, പാഴ്സലുണ്ടാവും, അങ്ങനെ. പിന്നെ ഓംലെറ്റ് ഉണ്ട്. പിന്നെ ബുൾസൈലും ഇതുപോലെ പൊടിയിട്ട് കൊടുക്കും. 1 സൈഡ് പുഴുങ്ങിയ മുട്ടയ്ക്ക് അകത്ത് ഇട്ട് കൊടുക്കും. ആണോ? ഓ എനിക്ക് അങ്ങനെ ഒരുപാട് സ്പൈസി വേണ്ട. അതുകൊണ്ട് മീഡിയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടുന്നത് അല്ലേ? ഓക്കെ. ഇനി ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കാണിക്കണേ. അതും ഒരു ബുൾസൈ. എല്ലാം കാണിച്ചോളൂ. 1 സൈഡ് ഇതെല്ലാം കാണാമല്ലോ. ഇനിയാണ് ഹൈലൈറ്റ് വരുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പൊടി മസാല. എനിക്ക് ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. കാര്യം എനിക്ക് ഒരുപാട് സ്പൈസി വേണ്ടാതെ പറഞ്ഞുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതലിടും. അത്ര ഇട്ട് കൊടുക്കും. ഓക്കെ. ഇനി ഒരു 1 സൈഡ് ബുൾസൈ ആണ്. അത് സിംഗിളാണോ ഡബിളാണോ? അത് എല്ലാം അതനുസരിച്ച് കൊടുക്കും. ഓക്കെ. ഇനി ബുൾസൈയും ഇതുപോലെ 1 സൈഡ്. ഇത് തിരിച്ചിടാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലേ? അങ്ങനെ ഇട്ടുള്ളൂ. ഇതെന്തിപ്പോൾ ഒഴിച്ചത്? ഉപ്പാണല്ലേ? ഓ വെള്ളമായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. അതിൻ്റെ മുകളിൽ ആസ് യൂഷ്വൽ ആ ഒരു സ്പെഷ്യൽ പൗഡർ മസാലപ്പൊടി, കുറച്ച് സവാള ഇട്ടു. 2 കാര്യങ്ങളായി. പുഴുങ്ങിയ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ ഇങ്ങനെ 4 ആക്കും അല്ലേ? കുറച്ച് സവാളയൊക്കെ ഇടുന്നു. ഇനി പൊടി, സ്പെഷ്യൽ പൊടി മസാല ആൻഡ് കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ. ഓക്കെ. കുറച്ച് വെളിച്ചെണ്ണ എക്സ്ട്രാ. അങ്ങനെ പുഴുങ്ങിയ മുട്ടയായി. 3 മുട്ടയുണ്ട് ഇവിടെ. കഴിച്ചു തുടങ്ങാം അല്ലേ? ഓ ഇവിടുത്തെ സ്പെഷ്യൽ ലൈം ജ്യൂസ്. ഇത് ആൾക്കാർ സാധാരണ നിന്ന് കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ തിരക്ക് ഇപ്പം ഇച്ചിരി കുറവായതുകൊണ്ട് ഞാനിവിടെ കസേര നീക്കി. കൊള്ളാലോ. വെരി സ്പെഷ്യൽ മസാല. കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. എന്താണ് അതിൻ്റെ സീക്രട്ട്? അത്യാവശ്യം എരിവുണ്ട്. അടിപൊളി കേട്ടോ. പുഴുങ്ങിയ മുട്ടയിലേക്ക് കയറാം.
കൊള്ളാലോ. പുഴുങ്ങിയ മുട്ടയിൽ ഇങ്ങനെ ഉള്ളി വെച്ച് കഴിച്ചിട്ടില്ല. പച്ചക്ക് അരിഞ്ഞ സവാളയും ഈ പൊടിയും വെളിച്ചെണ്ണയും സൂപ്പർ കോമ്പിനേഷൻ. ഒരു മുട്ട ഈവനിങ്ങായി മാറി. പിന്നെ ഒരു ബുൾസയും കൂടി ഉണ്ട്. ബുൾസയാണ് എൻ്റെ ഫേവററ്റ് ആക്ച്വലി. ഞാൻ സാധാരണയായിട്ട് ബുൾസൈ ആണ് വീട്ടിൽ കഴിക്കുന്നത്, അറിയാമല്ലോ, ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഈ രീതിയിൽ ഫസ്റ്റ് ടൈം. ഇത് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പുറത്ത്. കൊള്ളാമല്ലോ. പൊടിയിട്ട് ബുൾസൈ വൺ സൈഡ്. പിന്നെ 3 മുട്ടയാണ് കഴിക്കുന്നത് ഒറ്റ ട്രിപ്പിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മുട്ടയുടെ വെറൈറ്റീസാണ് കഴിച്ചിരിക്കുന്നത്. താങ്ക് യു കേട്ടോ. ഇതിൻ്റെ റേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ 23 രൂപയാണ് സിംഗിൾ ഓംലെറ്റ് വരുന്നത്. ഡബിൾ ആണെങ്കിൽ 45. പിന്നെ ബുൾസൈ ആണെങ്കിൽ 15 സിംഗിള്. പിന്നെ മുട്ട പുഴുങ്ങിയതാണെങ്കിലും 15. ഓക്കെ, ഇതാണ് റേറ്റ്സ്. ശരി എന്നാൽ ഓക്കെ, താങ്ക് യു. യെസ്, അങ്ങനെ മുരുകൻ മുട്ടക്കടയിൽ നിന്നും ഇറങ്ങുന്നു. ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്, ഒരു ഹോൾസെയിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണം, അതും കൂടി മേടിച്ചിട്ട് പോവാം. കിലോ എന്താ വില? നിങ്ങളുടെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വരുന്നത് 85 രൂപ 80 രൂപ അടുപ്പിച്ച്. ചെറിയ മാർജിനാണ് നമ്മുടെ അടുത്ത്. ആണല്ലേ, അത്രേ ഉള്ളൂ. ഓഹോ, ശരി. ചെറിയ മാർജിൻ എടുത്ത് വലിയ കച്ചവടം ചെയ്യും, അതാണ് ഉദ്ദേശം അല്ലേ? ഓക്കെ, കൂടുതൽ കച്ചവടം ചെറിയ സർവീസ് പോലെ വലിയ രീതിയിൽ. ഏത്തപ്പഴമൊക്കെ എങ്ങനെയാ വരാം? 40 രൂപ അത്രേ ഉള്ളൂ കിലോയ്ക്ക്. ഇത് നാടനാണോ? ആണല്ലേ. അപ്പൊ എനിക്ക് 1 കിലോ ഏത്തപ്പഴം വേണം. ഈ നീലവാങ്ങിക്കകത്തല്ലേ പുഴു വരുന്ന എപ്പോഴും? അത് സീസൺ സമയത്ത് നല്ല വിളഞ്ഞ നല്ല മധുരമുള്ള. ഇപ്പൊ എങ്ങനെ വില? മാങ്ങയുടെ ഓഫ് സീസൺ ആണ്, എന്നാലും 120 രൂപ വിലയാണ്. 120 അല്ലേ? നമുക്ക് 100 രൂപ വിലയായതാണ്. മനസ്സിലായി. അതനുസരിച്ച് ചെറിയ മാർജിൻ. നമ്മുടെ വെള്ളയാണി കാർഷിക വിപണിയില് എന്റെ വീട് വെങ്ങാനൂര. ഓഹോ, അവിടെ വരുമ്പം അവിടെ പർച്ചേസ് ചെയ്യും. ഞാൻ അവിടുത്തെ കാർഷിക വിപണിയിൽ പോയി വാങ്ങിക്കാറുണ്ട്. നമ്മുടെ അറിയാലോ, മറ്റേ കല്ലിയൂര്. അതെന്റെ സ്ഥിരം കടയാണ്. ചക്കയൊക്കെ ഉണ്ടോ? നല്ല അരിക്ക് ചക്ക. അയ്യോ ആണോ? എനിക്ക് കിട്ടും. ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയോ, നമ്പർ തന്നേക്കാം. ഓക്കെ, അങ്ങനെ ഫ്രൂട്ട്സ് മേടിച്ചു. ഇനി ഒരു ഓട്ടോ പിടിക്കാം. ഇനി ചാലയിൽ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഹോൾസെയിൽ പല കാര്യങ്ങളും കിട്ടും. ഇതൊരു കടയാണ്, പുഷ്പ സ്വീറ്റ്സ്. ഇത് നല്ല ഈ മിക്സ്ചർ, കപ്പലണ്ടി, ഇതൊക്കെ കാര്യങ്ങൾ. കുറേ സാധനങ്ങളുള്ള കടയാണ്. വളരെ സ്പെഷ്യലാണ് എല്ലാം. ചിപ്സ്, മുറുക്ക്, അങ്ങനത്തെ. ഇതിനെന്താ പറയുന്നത് ഈ പലഹാരത്തിന്? ബട്ടൺ ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. ഫ്രൈഡാണ്, ഫ്രൈഡ് ബിസ്ക്കറ്റ്. ബട്ടൺ ബിസ്ക്കറ്റ്. കൊള്ളാലോ. ഫ്രൈഡാണ്, ഫ്രൈഡ് ബിസ്ക്കറ്റ്. അടിപൊളി. എല്ലാം ഉണ്ടല്ലേ, ഹൽവ ഉണ്ട്, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. സ്വീറ്റ്സ്, ഉണ്ണിയപ്പം, നെയ്യപ്പം, വൈറ്റ് ജിലേബി ഉണ്ട്. അത് ഏതാ ഒന്ന് കാണിച്ചതേ? വൈറ്റ് ജിലേബി, അതായത് കളർ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ജസ്റ്റ് വൈറ്റ് ജിലേബി. ജിലേബിയുടെ ഒക്കെ പരാജയം എന്ന് പറയുന്ന കളർ ചേർക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ വൈറ്റ് ജിലേബി വേണമെങ്കിലും വാങ്ങിക്കാം അല്ലേ? ഈ കടയുടെ പേരാണ് പുഷ്പ സ്വീറ്റ്സ്. ഇത് ആര്യശാല തന്നെയാണല്ലേ? ഇതും ആര്യശാല തന്നെയല്ലേ? ആര്യശാല അമ്മൻകോവിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഹലുവ ഇവിടുത്തെ ഫേമസാ? ബ്ലാക്ക് ആണോ റെഡ് ആണോ? ഗോതമ്പ് ഹൽവ. ചിലർ പറയും തിരുനെല്ലി. അത് ചൂടായിട്ടല്ലേ കൊടുക്കണ്ടേ? ഓക്കെ, സോഫ്റ്റ്. ദിസ് ഇസ് തിരുനെൽവേലി ഹൽവ. കഷ്ണമാക്കാൻ പറ്റില്ല, അതാണ് സ്കൂപ്പിംഗ് ഹൽവ. നല്ല പഞ്ചസാര, നെയ്യ്. നൈസ്, അടിപൊളി. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട്. അങ്ങനെ ഓട്ടോയിൽ കറങ്ങി അടുത്ത സ്പോട്ടിലെത്തി. ഇത് ഞാൻ തെക്കേ തെരുവ് ഭാഗത്തോടെ വന്നത്. ഇത് അമ്മൻകോവിലാണ് ഇവിടുത്തെ ഫേമസ് തെക്കേ തെരുവ് അമ്മൻകോവിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയുടെ തൊട്ട് വെളിയിൽ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ നോക്കി അന്നം സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ഒരു കടയാണ്. കുറേ നാളായിട്ടുള്ള കട തന്നെയാണ്. ഇവിടുത്തെ ബദാം മിൽക്കും റോസ് മിൽക്കും ഗംഭീരമാണെന്ന് പറയുന്നു. മാത്രമല്ല അവലോസ് പൊടി നല്ലത് കിട്ടുമെന്നും പറഞ്ഞു. നല്ല റോസ് മിൽക്കാണെന്ന് പറഞ്ഞ് റെഫറൻസിലാണ് വരുന്നത്. ബദാം മിൽക്ക് റോസ് മിൽക്ക് അല്ലേ? പിന്നെ അതുപോലെ നിങ്ങൾക്കത് അവലോസ് പൊടി പാക്കറ്റിൽ, അപ്പം അത് നല്ലതാണെന്നൊരു അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളി. എത്രയാ ഒരു ബോട്ടിൽ?
30 റുപ്പീസ്. അതുപോലെ ഒരു ബദാം മിൽക്ക് കൊള്ളാട്ടോ. നമ്മൾ സാധാരണ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ അവിടെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ബദാം മിൽക്കും റോസ് മിൽക്കും ഒക്കെ കുടിക്കുന്നത്. ഇവിടെയും സെറ്റ്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയുടെ വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇത് അമ്മങ്കോലാണ്. ഇവിടുത്തെ വളരെ ഫേമസ് ആണ് തെക്കേ തെരുവ് അമ്മങ്കോൽ. എൻ്റെ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് എപ്പോഴും നൂലൊക്കെ ജപിച്ച് എനിക്ക് കൊണ്ടുതരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട. നിങ്ങൾക്ക് ഹൽവയുണ്ടോ? എന്ത് ഹൽവയാണ്? തിരുനെൽവേലി ഗീ ഹൽവ, ഗോതമ്പ് ഹൽവ. ഇത് മസ്കൂത്ത് ഹൽവ, പിന്നെ ഗോതമ്പ് ഹൽവ. അതായത് നമ്മുടെ തിരുനെൽവേലി ഹൽവ എന്ന് പറയാം. മസ്കൂത്ത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്നുവെച്ചാൽ ഇതാണ് ഇത് വീറ്റ് ഹൽവ, ഗീ വെച്ചിട്ടുള്ള പ്യുർ ഗീ. ഗോതമ്പ് നെയ്യ് ഹൽവ 1/4 കിലോയ്ക്ക് 75 രൂപ. മസ്കൂത്തിനോ? മസ്കൂത്ത് ഹൽവയും സെയിം. വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇതല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയം. പോകുന്നൊരു എല്ലാം കൈ കാണിച്ചിട്ട് പോകും. വെരി നൈസ് ഹൽവ. ഇപ്പോൾ ബദാം മിൽക്ക് ഞാൻ പാർസലായിട്ട് വാങ്ങിച്ചു. 4 ഇതും പിന്നെ ഒരു അവലോസ് പൊടി. ഓ, ഇതാണ് അവലോസ് പൊടി കേട്ടോ. ഇങ്ങനെ വേണം വരുന്ന ബോക്സ്. അതും ഭയങ്കര നല്ലതാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നല്ല റിപ്പോർട്ട് അടിപൊളിയെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു കസിനാണ് പറഞ്ഞത്, അനുവിൻ്റെ ഒരു കസിൻ. അവർ വന്ന് വാങ്ങിക്കാറുണ്ട് ഇവിടെ. ഓണറാ? താമസം എവിടെ ഇപ്പോൾ? ഇതിൻ്റെ ബാക്കിൽ വീടിൻ്റെ ഫ്രണ്ട് പൊസിഷനാണത്. ഓ, ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ ഫ്രണ്ട് പൊസിഷനൊക്കെ ഇപ്പോൾ കടകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ ആക്കി അടിപൊളി, നന്നായിട്ടുണ്ട്. അടിപൊളി, നല്ല ഇടം. ആ, അവലോസ് പൊടിയല്ലേ? പിന്നെ ഏതാ? നാരത്തൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഓ, അയ്യോ, അത് ശരി. നാരത്തൊക്കെ സാധനം ഉണക്കിയല്ലേ വെച്ചിരിക്കുന്നത്? ആണല്ലേ? ഓ, അമ്മ ചെയ്യുന്നതാണോ? ഓക്കെ, ഇതും കൂടെ മേടിക്കാം. ഓക്കെ, നാരത്തുങ്കയുടെ ചതന്റെ വില ഇത് 60 രൂപ, 60 റുപ്പീസ്. അത് അടിപൊളിയാന്ന് പറഞ്ഞു. ഓക്കെ, തൈര് സാത്തിന്റെ കൂടെ ഗംഭീരം. ഓക്കെ, അതും കൂടി ഒന്ന് ഇല്ലാതെ. അമ്മ തൃശ്ശൂരാ? ഓ, അമ്മയാണ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നു അല്ലേ? പറഞ്ഞു തന്നതിന് വലിയ താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അയ്യോ, ശരി, ആയിക്കോട്ടെ. ഇനി വീണ്ടും ഓട്ടോ പിടിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക്. മതി, ഇന്നത്തെ പരിപാടി കറക്റ്റെല്ലാം കഴിഞ്ഞു. ഞാൻ കുട്ടിക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കട്ടെ. ചെറിയൊരു പരിപാടിയായിരുന്നു. വൈകുന്നേരം ഒരു ഷോർട്ട് കറക്കം ആൻഡ് സ്മോൾ കടകൾ. ഭയങ്കര രസമല്ലേ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ? ട്രിവാൻഡ്രത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ എന്തോരം ബാക്കിയുണ്ട് സിറ്റിയിൽ. ഞാനിവിടെ ഈ സിറ്റിയിലാകുമ്പോൾ കുറേ കൂടി ആൾക്കാർ കൂടുതൽ പരിചയക്കാരാണ്, തിരക്ക് കൂടുതലാണ്. അങ്ങനെ കുറച്ച് കുറവാണ് ചെയ്യുന്നത്. എനിവേ, ഇതെല്ലാം നല്ല ഭംഗിയുള്ള റോഡുകളാണ്, രാജവീതികളാണ്. ഇതെല്ലാം കൊട്ടാരവും അമ്പലവും ക്ഷേത്ര പരിസരത്തോടെയാണ് നടക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.